അങ്ങനെ നമ്മുടെ കാശ്മീർ യാത്രയുടെ 10ാമത്തെ ദിവസമാണ്. നമ്മൾ കാറൂലാണ് വന്നിട്ടുള്ളത്. നമ്മൾ ലേയിൽ തന്നെയാണ് റൂം മാറിയിട്ടില്ല. ഇപ്പോൾ കാറ് വഴി പാങ്കോങ്ങിലേക്ക് കാണാനുള്ള പരിപാടിയാണ്. രാവിലെ 6:45 സമയം. അപ്പോൾ ഈ സമയത്ത് എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഓപ്പണല്ല. നമ്മൾ വരുന്ന വഴിക്കൊന്നും ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഇത് ഇവിടെ ചെറിയൊരു ടീ സ്റ്റോളുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലൊരു സംഭവമുണ്ട്. അതായത് ഈ മിലിറ്ററിക്കാർ നിൽക്കുന്നൊരു ക്യാമ്പല്ല, ഇവരെ മാറ്റി, അതായത് ഇവരെ ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു 5 ദിവസം താമസിപ്പിച്ച് ക്ലൈമറ്റായിട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ആണ് ഇവർ അകത്തേക്ക് കൊണ്ടുപോവുക. ട്രാൻസ്മിഷൻ ഹബ്ബോ അങ്ങനെ എന്തൊരു പേരാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു മലയാളിക്കാരൻ ചേട്ടനുണ്ട്. പുള്ളിയുടെ കടയാണ് ഈ കാണുന്നത്, എയർ ടിക്കറ്റ്. പുള്ളി ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട് അവിടെ തന്നെ ജോഗിങ്ങിന് പോയി. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞു തന്നത് ഈ ഡീറ്റെയിൽസ്. എന്തായാലും ഇവിടെ നിന്നൊരു 70 കിലോമീറ്റർ പോയാലേ ഇനി ഭക്ഷണം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കടക്കാരൻ നമുക്ക് ചപ്പാത്തി റൊട്ടിയൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അകത്തെ ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇത് ചപ്പാത്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി, അത് ഓൺ ചെയ്തോ. ഹീറ്റർ ആദ്യമായിട്ടാണ് നമ്മളിവിടെ വന്നിട്ട് ഹീറ്ററിന് ചൂട് പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആലു പൊറോട്ട, വീണ്ടും തൈര്, രാജ്മ അല്ലേ, രാജ്മ കറി, പിന്നെ അച്ചാറ്. ചായ കുടിച്ചു കഴിഞ്ഞു കേട്ടോ. കാണിച്ചു കൊടുക്കാം. രാജ്മ പയറ് കിട്ടാല്ലേ, മുങ്ങി തപ്പേണ്ടി വരുമോ? ഇതാണ് രാജ്മ പയറ്. നമ്മളെ വൻപയറിൻ്റെയും വലിപ്പമുണ്ട്. നമ്മൾ അവിടെ നിന്നപ്പോഴേ കുറേ പട്ടാളക്കാരുണ്ടായിരുന്നില്ലേ മറ്റേ ട്രാൻസ്മിഷൻ ഹബ്ബിൽ, അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് വണ്ടികളുണ്ട്. നമ്മൾ ഒരുപാട് വണ്ടികൾ ഓവർടേക്ക് ചെയ്ത് വന്നു അല്ലേ, ആ സൈഡിൽ കൂടിയൊക്കെ ഒരുപാട് വണ്ടികൾ ഓവർടേക്ക് ചെയ്ത് വന്നു. അങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. നമ്മുടെ മുന്നിലും അതുപോലെ തന്നെ വണ്ടികളുണ്ട്. പോകുന്ന ഈ ട്രക്കുകളിലൊക്കെ സാധനങ്ങളാണ് കണ്ടത്. പക്ഷെ എല്ലാം ഷട്ടർ അടച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് മനസ്സിലായതൊന്നുമില്ല അതിനകത്ത് എന്താ ഉള്ളത് എന്നുള്ളത്. പക്ഷെ പുറകിൽ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു 5ഓളം ബസ്സുകളുണ്ട്. അതൊരു പ്രൈവറ്റ് ബസ്സുകളാണ്. കോൺവോയ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം ഓരോ ഭാഗത്തുനിന്ന് കംപ്ലീറ്റ്. അതിനുശേഷം ജിപ്സികൾ കാണാമല്ലോ, ജിപ്സികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും പുറകിൽ സ്കോർപ്പിയോയും ഒരു ജിപ്സിയാണ്. കഴിഞ്ഞ ദിവസമേ നമുക്ക് രാത്രിയാണ് -9 വന്നത്. ഇപ്പോൾ ഇതാ പകൽ തന്നെ -8 ടെമ്പറേച്ചർ. ഇതാണ് കാഴ്ച. -8. നമ്മളിപ്പോൾ ഇതാ ചാംഗ്ലിയ പാസ് കേട്ടോ കയറിക്കൊണ്ടിരിക്കണത്. ടെമ്പറേച്ചർ -10. വെയിലടച്ചു. സമയം എത്രയാടാ? 8 മണിയായിട്ടുണ്ട് സമയം. ആ ഭാഗത്തൊക്കെ വെയിലടച്ചു. ഈ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കണേ കാര്യമായിട്ട് വണ്ടികളൊന്നുമില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു സ്കോർപ്പിയോ കാണുന്നത്. വേറെ 2 ട്രക്ക് മാത്രമാണ് ഒരു 10-80 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് കണ്ടത്. പിന്നെ കോൺവേ നമ്മുടെ പുറകിലുണ്ട്. അവിടെ താഴത്തൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിൽ അവർ സ്റ്റോപ്പ് ചെയ്തു. നമ്മളത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പാസിലേക്ക്, ചാംഗ്ല പാസിലേക്ക് മുന്നോട്ട് പോന്നുകൊണ്ടിരിക്കുക. ചെറിയ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മലനിരകൾ എന്താ ഭംഗി. റിസ്വാനാണ്, ഫ്രണ്ടിലുണ്ട് മിഥുൻ സാർ എൻ്റെ കോ പാസഞ്ചറായിട്ട് റൈറ്റ് സൈഡിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ മിഥുൻ സാറ് എപ്പോൾ നോക്കിയാലും ഇവിടെയാണെന്ന് ആൾക്കാർ കമൻ്റ് ഒന്നും പറയരുത്. ആ സീറ്റ് അവന് റിസർവ് ചെയ്ത് കൊടുത്തതാട്ടോ. വേറൊരു സീറ്റ് ചെയ്യുമ്പോൾ മാറി നിന്നിട്ടില്ല അല്ലേ. നാട്ടിൽ നിന്ന് കയറിയപ്പോൾ ഇരുന്ന സീറ്റാണത്. 3800 കിലോമീറ്ററോളം ഏകദേശം നമ്മൾ യാത്ര ചെയ്തിട്ടും ഈ ഒരു സീറ്റിൽ നിന്ന് ലെവലേശം. അതെ, രജമിൽക്കൊന്നും ഇല്ലെങ്കിൽ കുറച്ച് സമയമെങ്കിലും പുറത്തേക്ക് മാറി നിൽക്കണേ. എന്നാലും ഒരു 100-150 കിലോമീറ്റർ മാറി നിന്നിട്ടുണ്ടാവും അല്ലേ. നമ്മൾ രണ്ടാളും മാറി വണ്ടി ഓടിക്കണ പാവങ്ങള്. പിന്നെന്താ അറിയോ, ഇതൊക്കെ നമുക്ക് പറയാലോ, നമ്മളാ ആറ്റിറ്റ്യൂഡിൽ കംപ്ലീറ്റ് വണ്ടി ഓടിച്ചു. അച്ചീവ്മെന്റ് ആണ്. അതെ, നമുക്ക് പറയാം, ആരോട് വേണമെങ്കിലും പറയാം. ഒരുപാട് നേരത്തെ ഡ്രൈവിങ് അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ വ്യൂ, താഴത്തേക്കുള്ള വ്യൂ.
അവിടെ താഴത്ത് അവിടെയാണ് നമ്മളെ കോൺവോയ് വണ്ടികൾ, നമ്മുടെ പുറകെ വന്നിരുന്ന വണ്ടികൾ കംപ്ലീറ്റ് അവിടെ പാർക്ക് ചെയ്തു. അവിടെ അല്ലെങ്കിൽ ഒരു ബേസ് ക്യാമ്പ് പോലത്തെ ഒരു സംഭവമുണ്ട്, ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാ കാര്യങ്ങളും ഉള്ളത്. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും അവിടെ സൈഡാക്കി കണ്ടില്ലേ, ഇത്രയും വണ്ടികൾ. ആ ബസ്സിനകത്ത് കംപ്ലീറ്റ് പട്ടാളക്കാരാണ്. പിന്നെ ട്രക്കുകൾക്കുള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായില്ല, കാരണം മൂടിയിട്ടിട്ടായിരുന്നു വന്നിരുന്നത്. ലഗേജാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഈ നിൽക്കുന്ന ഏരിയ ഉണ്ടല്ലേ, എന്താ ഭംഗി. സ്കൈ നമ്മൾ ഏകദേശം ആ ദൂരെ കാണുന്ന ഈ സെയിം ലെവലിലുള്ള മലയിൽ നിലവിൽ സ്നോ ഉണ്ട് കിടക്കുന്നത്. പക്ഷെ നമ്മുടെ നിലവിൽ ഈ ഭാഗത്ത് സ്നോ ഒന്നുമില്ല, പക്ഷെ അത്യാവശ്യം ഹൈറ്റിലേക്ക് കയറിയിട്ടുണ്ട് നമ്മൾ. അങ്ങനെ നമ്മൾ ചാങ്ല പാസ് എത്തി. ഈ ചാങ്ല പാസിൽ ഇതാ ഒരു കഫറ്റീരിയ, ബാത്റൂം ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങണോ? കഫറ്റീരിയ പൂട്ടിയിട്ടാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പോയിട്ട് പോലെ നിർത്ത്. നമ്മൾ ഏറ്റവും ഹൈറ്റിലുള്ള ചാങ്ല പാസിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു കഫേ ഷോപ്പുണ്ട്, അതിന് ബാത്റൂമും ഫെസിലിറ്റി കാര്യങ്ങളുണ്ട്. പക്ഷേ കഫറ്റീരിയ അടവാണ്. പക്ഷെ നമ്മളിവിടെ ഒരു വേറെ സംഭവത്തിനാണ് പോണത്. ഇത് കേട്ടോ, ഓരോ ആൾക്കാരും വന്നിട്ട് അവരെ മുദ്ര പതിപ്പിച്ച് പോയിട്ടുണ്ട് ഈ കഫറ്റീരിയയിൽ. അപ്പോൾ നമ്മളതായിട്ടുള്ളൊരു മുദ്ര പതിപ്പിക്കാനാണ് ഈ പോണത്. എവിടെ ഒട്ടിക്കും? ഗ്ലാസ്സിലൊട്ടിക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് നിൽക്കും. ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഒരു മുദ്ര ഒട്ടിച്ച് ഇനി ആരെങ്കിലും വരുമ്പോൾ പക്ഷെ അത് ഒട്ടണമില്ല കേട്ടോ ഗൈസ്. ഈ തണുപ്പത്തെ തൊട്ടാത്ത വരും, വ്യസന സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ മുദ്ര പതിച്ച് ഇവിടെ വല്ലാതെ അധികം നേരം നിൽക്കാൻ കഴിയില്ല. -12 വിൻഡ്, അതാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. ഫോൺ പിടിച്ചാൻ വേണ്ടിയിട്ട് ഒരു കൈയിൻ്റെ ഗ്ലൗസ് ഊരിയിട്ടുണ്ടായിരുന്നു, അത് ഏകദേശം മരവിച്ചൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇറങ്ങി അല്ലാതെ അവിടെ വണ്ടിയിൽ ഇരുന്നിട്ട് എന്താ കാര്യം? ആ ഗ്ലാസ് പൊത്തിച്ച് ഇറങ്ങിപ്പോരും. ഇത്രയും നേരം ഇരുന്നിക്കണമെന്നുണ്ടെങ്കിലും ചാങ്ല പാസിൻ്റെ ഒരു ഫോട്ടോ അത് നിർബന്ധം. ഇത്രയും കഷ്ടപ്പെട്ടൊരു പാസ് കയറിയിട്ടേ ഐ ലവ് ചാങ്ല. ഇവിടെ കുറച്ചും കൂടി ഒരു വൈബ് സെറ്റാക്കിയിട്ടുണ്ടോ? നമ്മൾ നക്കീല പാസിലും അതേപോലുള്ള പാസിലുണ്ടല്ലോ, ടാങ്ല പാസിലൊന്നും ഇത്രയ്ക്കൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. ഇവിടെ അത് കുറച്ചും കൂടിയൊക്കെ ഒരു ആൾ താമസവും ഒരു ചായക്കട, പാട്ട് കേൾക്കുന്നുണ്ട്. അവിടെ അമ്പലമുണ്ട്, അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നത്. ഇവിടെ ഇന്ത്യൻ ആർമിയുടെ ഒന്നുമില്ല, ചെറിയ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മോള് കയറി ഇരിക്കരുതെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അയ്യോ ക്യാപ്പ് എടുത്തില്ല, ചെവി വേദനിച്ചിട്ട് വയ്യ. നമ്മൾ പുറകിലൊരു കോൺവേ, നമ്മൾ പുറകിൽ അവിടെ വന്ന് നിന്നത് നമ്മൾ നേരത്തെ വീഡിയോ കണ്ടു. ഇതാ ഇപ്പോൾ നമ്മൾ മുന്നിൽ നമ്മളെ പാസ് ചെയ്ത് വരുന്ന 70 കിലോമീറ്റർ പോയിട്ട് ഈ 3 ലോറിയും പിന്നെ 2 കാറും അത് വെച്ച് ബാക്കി മിലിറ്ററി വണ്ടി മാത്രമാണ്. ഇവർക്കെല്ലാവർക്കും വേണ്ടി പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിൽ റോഡ് ഒതുക്കി കൊടുത്താണ്. കാരണം ഒരുപാട് വണ്ടികൾ വരുന്നതുകൊണ്ട് പല സ്ഥലങ്ങളിലും സൈഡ് ഇല്ലാത്തതുണ്ട്. അപ്പോൾ കുറച്ച് മുന്നോട്ട് പോകാം. ഇനി അടുത്ത സ്ഥലത്ത് ഒരു ബസ്സും കൂടി വരുന്നുണ്ട് അല്ലേ? ഒരു ബസ് ടാറ്റ സഫാരി വരുന്നുണ്ട്, ജിപ്സി വരുന്നുണ്ട്, ഓഫീസേഴ്സ് ആയിരിക്കും അല്ലേ, അങ്ങനത്തെ വണ്ടികളുണ്ടാവുക. ഇവിടെ തന്നെ ഇട്ടുള്ള നോട്ട് പോകുന്നപ്പോഴേ ഇത് കണ്ടില്ലേ, യാക്ക് ഇഷ്ടം പോലെ ഇത് പറ്റ. ഈ മണല് എന്താ മെയിൻ മനസ്സിലാവില്ല, കാരണം കംപ്ലീറ്റ് മണൽ പോലത്തെ ഒരു സംഭവമാണിത്. യാക്കിനെ കണ്ടാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ടിപ്സൊക്കെ റെജിമിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കൊമ്പിന് പിടിച്ചിട്ട് മലത്തി അടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ധൈര്യം സംഭരിച്ച് പോയ മനുഷ്യൻ അതേപോലെ തിരിച്ചു വരുന്നുണ്ട്. അതെ, ഇന്ന് വേണ്ട, ഇന്ന് വെള്ളിയാഴ്ചടാ. ടെമ്പറേച്ചർ ചെറുതായിട്ടൊന്ന് കൂടി കിട്ടിയിട്ടുണ്ട്. മുടിയൊക്കെ എങ്ങനെ നിൽക്കണത്?
അതായത് -13 വരെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം -11 ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളത്തിൻ്റെ മുകളിൽ കൂടി ഒരു തടാകം ഫ്രീസായി നിൽക്കുകയാണ്. അതിൻ്റെ മുകളിൽ കൂടിയാണ് ആ നടക്കുന്നത്. ഉണ്ടെങ്കിൽ എല്ലാവരും ഉള്ളിൽ പോകണ്ട, കാരണം രക്ഷിക്കാൻ വരാനും കൂടി ഒരു ഒഴിവ് വേണം. അതെ, കയറ് കെട്ടി എറിഞ്ഞാലും കൂടി. വെള്ളത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്, ഫുള്ള് ഫ്രീസാ. ഇപ്പം 2 സ്റ്റെപ്പൊക്കെ വെച്ചോ, അത് വലിച്ചേട്ടാ. കൈ എത്തുന്ന ദൂരത്തേക്ക് കയറിപ്പോയിക്കോ. കേട്ടോ, അവിടെ ക്രാക്ക് ഉണ്ടോ? ക്രാക്കിൽ ഓർന്ന് പെട്ടെന്ന് പൊട്ടും. ആ സത്യം. ഒരു കുത്തിവെക്കാൻ പറ്റിയ സാധനം തരും നമ്മുടെ കമ്പി പോലത്തെ ഉന്നേക്കൻ്റെ വടി ഉണ്ട്. അതിന്റെ അറ്റം കൂർപ്പില്ല. ഒരു 2 കല്ല് എടുക്കുക, കല്ല് വെച്ച് പൊട്ടിച്ചു നോക്കാം. അതിന്റെ അടിയിൽ എന്താണ് മീനുണ്ടോ അതിന്റെ അടിയിൽ? നോക്കാം. സാധാരണ സ്നോന്റെ അടിയിൽ കൂടി എങ്ങനെ മീൻ സ്ലിപ്പറിയാണ്. സ്ലിപ്പറി കേട്ടോ. സാധാരണ മീനൊക്കെ ഇങ്ങനെ ഐസിന്റെ അടിയിൽ കൂടി പോണ കാണലുണ്ട്. അങ്ങനെ മീൻ കാണുന്നുണ്ടോ? നോക്കാം, പരീക്ഷിക്കാം. റീലിലുള്ള സാധനം തരും. ഓരോ വളവുകൾ കഴിയുമ്പോഴും ഓരോ ഭംഗി. അതാണ് ഈ ഏരിയൻ്റെ പ്രത്യേകത. ആ മലക്ക് വേറൊരു ഭംഗി, അത് കഴിഞ്ഞിട്ട് ഈ സൈഡിലേക്ക് വേറൊരു ഭംഗി, അത് കഴിഞ്ഞിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ കാണുന്ന മലക്ക് വേറൊരു ഭംഗി. ബാങ്കോങ് ലേക്കിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ കേട്ടോ. അതായത് കാറൂർ റൂട്ടിലാണ് നമ്മൾ പോണത്. ഇവിടെ ചെറിയൊരു ടെമ്പിൾ ഉണ്ട്. ആള് മനുഷ്യനൊന്നും ഇല്ലെങ്കിലും ടെമ്പിൾ ഉണ്ട്. ഇവിടെ ഗ്രാമങ്ങളൊന്നും നമ്മൾ ഈ ഏരിയയിൽ അടുത്തൊന്നും കണ്ടിട്ടില്ല. ചായ വന്നിട്ടുണ്ട്, ഗുഡ് ഡേ ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള അടുത്ത ഫുഡ്. അപ്പോൾ ഇതാണ് ടിപ്രൂക്ക് ജംഗ്ഷൻ. ഇവിടുന്ന് ഡൈവേർഷൻ ഉണ്ട്. റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ പാങ്കോങ്ങും, നേരെ പോയി കഴിഞ്ഞാൽ വേറെ ഏതൊക്കെ സ്ഥലം കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വഴിയാണ് നമ്മുടെ കർത്തുങ്ങിലേക്ക് പോയി ജോയിൻ ചെയ്യുന്നൊരു വഴിയുണ്ട്, അതായിരിക്കും. ഇത് ഹിന്ദിയിലായതുകൊണ്ട് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാൽസർ, അതം, ഷോഗ്, ഷയോഗ്, ചാർബഗ്. ഇവിടെ മിലിറ്ററി ക്യാമ്പ് ഉണ്ട്, അതുകൊണ്ട് തന്നെ മിലിറ്ററിയുടെ ആൾക്കാർ, മിലിറ്ററി വണ്ടികൾ കാര്യങ്ങൾ കൂടുതലുണ്ട്. പിന്നെ അത്യാവശ്യം റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റേ ഉണ്ടാവും എന്ന് വിചാരിക്കണം. അതിനനുസരിച്ച് എന്നാലും വലിയ ലക്ഷറി സ്റ്റേയും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കാനില്ല. അങ്ങനെ നമ്മൾ ടിപ്രൂക്ക് ടൗണ്, ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട്, ഡാക്ക് പോലീസ് സ്റ്റേഷൻ. വേൾഡ് സെക്കൻഡ് ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്. സംഭവേ വേറെ പെട്രോൾ പമ്പ് ഇല്ലാത്തതുകൊണ്ട് തിരക്കടില്ല. ചെങ്ങന്മാർ വളരെ മോശമാണ്. പെട്രോൾ അടിച്ചു തരാൻ തന്നെ എത്ര സമയം എടുത്തത് അറിയാം. പിന്നെ കാർഡ് പേയ്മെൻറ്റിന് ഓലെടുത്ത് കൊണ്ട് ചെല്ലണം, ഓല് നമ്മുടെ അടുത്തേക്ക് വരൂല. നമ്മളെ മുഖത്തേക്ക് നോക്കിയിട്ട് സംസാരിക്കുന്ന പരിപാടിയും കൂടി ഓൽക്കില്ല. ഭയങ്കര നാടകം. ലക്ഷ്യമായ ബാങ്കോക്ക് ലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല നീല കളർ ആകാശം, അതിനിടയ്ക്ക് അതിൻ്റെ സൈഡിൽ കൂടി അങ്ങനെ ഒരു മിലിറ്ററി ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ഒരുപാട് വണ്ടികളൊക്കെ ഇവിടെ കംപ്ലീറ്റ് സ്റ്റേ ഉണ്ട് കേട്ടോ. താഴത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ റൂമില്ലാത്ത പ്രശ്നമല്ല. ഫുള്ള് ക്യാമ്പ് സ്റ്റേ ആണ്. വൈഫൈ, റൂം ഹീറ്റർ, എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഇവിടെ.
അപ്പോൾ നമ്മളെ നേരത്തെ എല്ലാം നിന്നിരുന്നത് കുറച്ച് മുകളിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ലഞ്ചാണ്. റൈസ്, ചിക്കൻ കറി, GM ചപ്പാത്തിയും ചിക്കൻ കറി, ഒരു 3 അച്ചാറുണ്ട്, അടിപൊളി ടേസ്റ്റുള്ള അച്ചാറുകൾ. ഇത് നമ്മൾ രാവിലെ ചായ എടുക്കാൻ കയറിയ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. ദിബ്രൂക്ക് അല്ലേ, ദിബ്രൂക്കാണ് സ്ഥലം. കുഴപ്പമില്ല, ഒപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ ഡിന്നറാട്ടോ ഇത്. ഷോമി വിത്ത് എഗ്ഗ്. നമ്മൾ വേറെ എന്താ ഓർഡർ ചെയ്തിരിക്കുന്നത്? തുപ്പ, എഗ് തുപ്പ. ഇനി എഗ് തുപ്പ വരാനുണ്ട്. മൂപ്പർക്ക് തന്നെ കാര്യം മനസ്സിലായി. അത് റിനുവിന് ഷെയർ കൊടുക്കും. എഗ് തുപ്പ ബസ്. ഇതാണ് എഗ് തുപ്പ. ഇത് എഗ് ഷോമി. ഇത് അതിൻ്റെ കൂടെ കിട്ടുന്ന വെജ് സൂപ്പ്. നമ്മളെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുള്ളത്. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വെള്ളിയാഴ്ച നോണില്ല, വെജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊന്ന് വെജ് മാത്രമേ നമുക്കുള്ളത്. എഗ്ഗ് പിന്നെ വെജ് ആണല്ലോ.